ഹലോ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നൊരു ചെറിയ വ്ളോഗാണ്, ഔട്ടിംഗ് വ്ളോഗ്. ഇന്ന് ധൂമോളുടെ 3rd വാക്സിൻ്റെ ഡേറ്റാണ്. അപ്പം നമ്മൾ നിൽക്കുന്ന റൂമിൽ നിന്ന് ഒരു 1 hour ടൈം ഉണ്ട് കേട്ടോ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങിയത്. ഷൗക്ക ഹെൽത്ത് സെൻ്ററാണ് കേട്ടോ സെൻറ്ററിൻ്റെ പേര്. ഇത് കറക്റ്റ് വരുന്നത് റാസൽ ഖൈമയിലാണ്. ഷാർജ ബോർഡർ അങ്ങനെയൊക്കെ ആയിട്ട് വരും. പക്ഷേ ഫസ്റ്റ് കുറച്ച് ടൈം കഴിഞ്ഞേക്കിന് പിന്നെ ഫുള്ള് മണലും എന്താ പറയുക, ഒരാൾ മനുഷ്യനൊന്നുമില്ല. ഫുൾ ഏരിയയിൽ ഫുൾ കാലിയായിട്ട് കിടക്കുക. അപ്പം മക്കൾക്കൊക്കെ ബോറടിച്ച് അവർ ഭയങ്കര ഇൻട്രസ്റ്റിൽ പോകുന്നതായിരുന്നു. സെക്കൻഡ് ഡോസിന് നമ്മൾ തനിച്ചാണ് ഞാനും ഹസ്ബൻഡും കൂടിയാണ് പോയത്. അപ്പോൾ അന്ന് എന്താ പറയുക, ഇതേപോലെ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ടൈം ഷാർജ നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആകുന്നത് വരെ വണ്ടികളുള്ളൂ, പിന്നെ ആരുമില്ല, ഒരാൾ മനുഷ്യനും ഇല്ലാത്തുന്ന ഏരിയ. ദുബായിൻ്റെ വേറൊരു മുഖം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫുള്ള് മണലും കാടും മാത്രം. അപ്പോൾ അങ്ങനെ ആയപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇങ്ങനെ പേടിയായി. പിന്നെ ഇങ്ങനെ മക്കൾ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ വണ്ടി എന്തെങ്കിലും പഞ്ചറാവുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആരുമില്ല എന്നൊക്കെ പറയാം. ഇടയ്ക്കൊരു വണ്ടി കാണും, പക്ഷെ അങ്ങനെ എന്താ പറയുക, നമ്മൾ ബ്രേക്ക് ഡൗൺ ആയി പോയാലും ആരും നിർത്താനൊന്നും സാധ്യതയില്ല, അങ്ങനത്തെ ഏരിയ. പിന്നെ അവർക്ക് കിട്ടിയ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10:30 ആയിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ നാട്ടിലെ പോലെ ഒരു ദിവസം കുറേ നമ്മൾ എല്ലാവരും കൂടി പോയിട്ടല്ലേ വാക്സിൻ എടുക്കുക. ഇവിടെ അങ്ങനെയില്ല കേട്ടോ. ഇവിടെ നമ്മൾ ഒരു ദിവസം 4-5 സ്ലോട്ട് മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഷാർജയിലും ദുബായിലും നോക്കി, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അവിടെയൊക്കെ 3 month ബുക്കിംഗ് ഫുള്ളാണെന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എടുത്തത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ നമുക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. കുറേ നല്ല ലോങ്ങുമാണ്, പിന്നെ ഇത്രയും സാറ്റർഡേയ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു മലയാളി നേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അവരെ സെൻറ്റർ അവിടെ നിന്നും പിന്നെ ഒരു 1 hour ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഇത് പിന്നെയും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ അന്ന് ദുബായിൽ നിന്ന് കുറേ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി അവിടെ എത്തി. ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിനിടയിൽ മോളെണീറ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ വലിയ ആളൊന്നുമില്ല. ആ ഏരിയ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ എമിറാത്തി ലോക്കൽസിലുള്ള കുറച്ചൊരു 10-18 വീട് നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർക്കുള്ള ഒരു ഹെൽത്ത് സെൻറ്ററും പിന്നെ ഒരു ചെറിയൊരു സ്കൂളാണ് കേട്ടോ അവിടെ ഉള്ളത്. ഈ ഹെൽത്ത് സെൻറ്ററിൽ തന്നെ ഒരു നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഒരു ഡെൻറ്റിസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ എക്സ്റേ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ എത്തിയത് ആ കാണുന്നതൊക്കെ ലോക്കൽസിൻ്റെ വീടാണ്. ഇവിടെ കൂടുതലും എമിറാത്തി സ്ത്രീകളാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ നമ്മളെത്തിയപ്പോൾ അവിടെ ആരുമില്ല കേട്ടോ. ഇതാണ് മോളുടെ ഡോക്ടർ. കഴിഞ്ഞ പ്രാവശ്യം ഈ ഡോക്ടർ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. അങ്ങനെ നമുക്കുള്ള സ്ലോട്ട് തന്നിട്ട് അവർ ബേബിയുടെ വെയ്റ്റും ഹൈറ്റും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പറഞ്ഞ്. ഇവർ 2 നഴ്സുമാരും മലയാളീസാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ വേറൊരു നേഴ്സായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവരുടെ സൈറ്റ് കുറച്ചും കൂടി ഉള്ളിലോട്ടാണെന്ന്. അപ്പോൾ ഇവർ താമസിക്കുന്നത് ഷാർജയിലാണ്. അവർ ഡെയിലി വന്ന് പോവുകയാണ് ഇവിടെ. അവർക്ക് വണ്ടിയൊക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റൊക്കെ നോക്കിയപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ആളല്ല ചിരിച്ചു കൊടുക്കണമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഇതൊന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. വാക്സിൻ്റെ ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന്, പാല് കൊടുക്കരുത്, ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഡോക്ടർ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഡോക്ടർ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവളെ അവിടെ ബെഡിൽ കിടത്താൻ പറഞ്ഞു. കിടത്തിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ചിരിയും കളിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് വലിയ ഇഷ്ടമായില്ല കിടത്തി ഉണ്ടാക്കണതൊക്കെ. ഇടയ്ക്ക് ഡോക്ടർക്ക് ചിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പരിശോധിക്കുമ്പോൾ ആൾക്ക് ഇഷ്ടമാവാത്തുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് കരയണുണ്ടായിരുന്നു. ഡോക്ടർ നല്ല നോക്കുന്നുണ്ട് കേട്ടോ. വായയും പിന്നെ നമ്മൾ തലയുടെ മുകളിലായിട്ട് ഒക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ അയച്ചിട്ട് വയറൊക്കെ നോക്കിയപ്പോൾ എങ്ങനെയാണ് അവൾ ബോഡി ടൈമൊക്കെ എങ്ങനെയാണ്, പിന്നെ ഫീഡിങ്ങൊക്കെ എങ്ങനെയാണെന്നൊക്കെ
ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വാക്സിൻ എടുത്ത വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. 2 കാലിനും ഉണ്ടായിരുന്നു. വാക്സിൻ എടുത്ത പാടെ നല്ല കരച്ചിലായിരുന്നു ആൾ. നമ്മൾ മാറി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവരവിടെ ഒരു 5 മിനിറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതൊന്ന് ചെക്ക് ചെയ്യാൻ വല്ല തടിപ്പോ ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വിടാമെന്ന് പറഞ്ഞ്. പിന്നെ സെപ്റ്റംബർ 15 നമുക്ക് ഡേറ്റ് തന്നിട്ടാണ് വിട്ടത് കേട്ടോ. 6 മന്ത് ലാസ്റ്റ് ടൈമിൽ വരാൻ വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് പോന്നപ്പോൾ പിന്നെ അവിടെ നിന്നൊരു പ്ലാനിങ്ങിന് ചെറുതായിട്ട് മാറി. ഹത്ത ഡാം അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു. ഡാമല്ല, നമ്മളവിടെ കുറേ ഹെറിറ്റേജ് വില്ലേജ് ഫാംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ നിന്നൊരു 1 ഹവറിൻ്റെ അടുത്ത് ടൈം എടുക്കുന്നുണ്ട്. നമുക്ക് റൂമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 1.5 ഹവർ എടുക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ ചെന്ന് നോക്കിയപ്പോൾ പിന്നെ എന്തായാലും അന്ന് ലീവ് ആക്കിയതല്ലേ, അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടോ. അങ്ങോട്ട് പോകുന്ന ഏരിയ ഇതുപോലെ തന്നെ നല്ല വെയിലും നല്ല നല്ല ചൂടാണ്, നല്ല വെയിലുണ്ട്. ഏകദേശം ഒരു 49-50 ഒക്കെ ആയിരുന്നു ആ ടൈമിൽ. ഇതുപോലെ തന്നെ മനുഷ്യനൊന്നുമില്ലാത്തൊരു ഏരിയ, ഫുള്ള് കാടും മലയും മാത്രം. കാട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണങ്ങി കിടക്കണത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്ക് പോയിട്ടില്ല കേട്ടോ, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് നല്ല വണ്ടിക്ക് എന്തെങ്കിലും പറ്റി ബ്രേക്ക് ഡൗൺ ആയൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടെൻഷൻ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഇടയിലാണ് ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ കൂടുതൽ ടെൻഷനായി. എന്ത് ചെയ്യും, എന്തെങ്കിലും നമ്മൾ വേറൊരു ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്, കുറച്ചും കൂടി എളുപ്പമാണ്. അഥവാ ബ്രേക്ക് ഡൗൺ ആവുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയുന്നവരുണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ തന്നെ ആയതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതും കൂടി കണ്ടപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ടോ. ഇനി വേണോ വേണ്ടേ എന്ന് വെച്ച് പിന്നെ എന്തായാലും പോയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ വീണ്ടും പോയി. അതിനിടയിൽ കുറച്ച് ഒരു ടൗൺ ഏരിയ, കുറച്ച് ഒരു 2-3 വില്ല എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഒരിത് കണ്ടപ്പോൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ കുറച്ച് ജ്യൂസും സ്നാക്സൊക്കെ വാങ്ങിച്ചപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ വന്ന് കുറച്ചും കൂടി ഉള്ളിലോട്ട് പോകണം. അവിടെ കുറച്ച് ദൂരെയായിട്ട് മലയിൽ ഹത്താന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ടപ്പോൾ ഒരു ആശ്വാസമായി, എത്താനായിട്ടുണ്ടല്ലോ എന്ന് എഴുതി. അങ്ങനെ നമ്മൾ വീണ്ടും യാത്രയായി. ഈ ഉച്ച സമയമായതുകൊണ്ട് നല്ല ചൂടാണ്. AC ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വാക്സിൻ എടുത്തിട്ട് മോൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, മാഷാ അല്ലാ. ആൾ കരച്ചിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ മടിയിലിങ്ങനെ ജസ്റ്റ് പാൽ കുടിച്ച് കിടക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഹത്ത സിറ്റിയിലെത്തി. സൂക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സിറ്റിയിലെത്തി. അവിടെ ഹത്ത ഒരു ഹോളുണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു പാലസ് ഉണ്ട്, ഒരു ഷെയ്ഖ് സായിദിൻ്റെ പാലസാണ് എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അവിടെ ഞാവൽപ്പഴം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ജസ്റ്റ് പോയി നോക്കാമെന്ന് എഴുതിയിട്ടാണ് നമ്മൾ പോകുന്നത്. കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ കുറേ ഫാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മാങ്ങയും ഞാവൽപ്പഴമൊക്കെ ആയിട്ട് കുറേ ഫാമുണ്ട്, ഈത്തപ്പഴമൊക്കെയുള്ള കുറേ ഫാമുണ്ട്. അപ്പോൾ നമുക്ക് കയറി കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഹത്ത സൂക്കിന്ന് പിന്നെ ഒരു 1/2 hour എടുക്കുന്നുണ്ട് കേട്ടോ ഹത്ത ഡാമിൻ്റെ അടുത്തേക്ക്. നമുക്കിവിടേക്കുള്ള പ്രോപ്പർ ഒരു ലൊക്കേഷൻ അറിയില്ലായിരുന്നു കേട്ടോ. ഹത്ത ഡാം അറിയാം, അതല്ലാണ്ട് ഞാൻ പറഞ്ഞ ഫാമൊക്കെ ഒരു പ്രോപ്പർ ലൊക്കേഷൻ നമുക്കറിയില്ല. അതൊക്കെ പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ ലൊക്കേഷൻ ഇല്ല. പിന്നെ ഡാമിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയില്ല, നല്ല വെയിലായിരുന്നു. പിന്നെ മോളെയും കൊണ്ട് വെയിലത്ത് ഇറങ്ങുമ്പോൾ ഇനി പനിയാണ് അങ്ങാണ്ട് കൂടി വരച്ചിട്ട് പനിയില്ലായിരുന്നു, പനി വരുമെന്ന് എഴുതിയിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് ജസ്റ്റ് കാണുകയാണ് ചെയ്തത്. നല്ല ഭംഗിയുണ്ട് കാണാൻ ഡാം. അതിന് മുകളിൽ വെള്ളം ഇങ്ങനെ വരുന്നത് കാണാം. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാർക്കിൻ്റെ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ മക്കളിങ്ങനെ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന്. പിന്നെ വെറുതെ നല്ല ഉച്ച സമയമാണ്, പിന്നെ ആ ടൈമിൽ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് കുറച്ച് തണുപ്പായിട്ട് പോകാമെന്ന് കരുതി. അതിനിടയിൽ നമ്മൾ ഒരു ഫാമിൻ്റെ അടുത്ത് ഒരാളിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു.
ഫാം കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആൾ കുഴപ്പമില്ല കയറി കണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൾ പറയേണ്ട ഒരു കവർ എടുത്തോ, മാങ്ങ ഉണ്ട്, കുറേ മാങ്ങ ഇപ്പോൾ വീണിട്ടുണ്ട്, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അയാൾ തന്നെ ഒരു കവറും തന്നു കേട്ടോ നമുക്ക്. ഇതാണ് ആൾ അഫ്ഗാനിയാണെന്ന് തോന്നുന്നുണ്ട്. ആൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എവിടെ പോയതായിരുന്നെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ വാക്സിൻ എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആൾ ഇതാക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് ആൾ നല്ല സംസാരിക്കുന്നുണ്ട്. ആൾ പറഞ്ഞു ഈ ടൈം ആയാലും രാവിലെ എത്തിയാൽ ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു, പിന്നെ പച്ചമാങ്ങ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചു തന്നു, അങ്ങനെ ഇരുന്ന് സംസാരിക്കായിരുന്നു കേട്ടോ ആൾ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. മാങ്ങയൊക്കെ 2 കവറിൽ ആൾ മാങ്ങ തന്നിരുന്നു, അത് വാങ്ങിക്കണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ മലൻ്റെ സൈഡിൽ നിന്ന് വെള്ളം വീണ്ടാലും ആർട്ടിഫിഷ്യലായിട്ട് അവർ പൈപ്പ് ഇട്ടിട്ട് ഇതാക്കണം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതായിരുന്നു. അങ്ങനെ തിരിച്ച് വരുന്ന വഴി വേറൊരു ഫാം ഉണ്ട്, അതാണ് ഇത് കേട്ടോ. ഇവിടെ ഇതുപോലെ ഇവിടെയാണ് ഞാവലുണ്ടായിരുന്നത്, ഞാവൽപ്പഴം ഉണ്ടായിരുന്നു, പിന്നെ മാങ്ങ, പിന്നെ അത് ഈന്തപ്പഴം ഉണ്ട്, പിന്നെ നമ്മുടെ ചിക്കു ഇല്ലേ, ചിക്കു, പക്ഷേ ചിക്കു ഒന്നും ആയിട്ടില്ല, നാരങ്ങ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരാളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയാളിങ്ങനെ ഫാം കാണണമെങ്കിൽ കയറി കണ്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഉണ്ട്, പിന്നെ നല്ല നാരങ്ങയല്ലേ, മാതോളി നാരങ്ങ, അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് ഇതും, പക്ഷേ ഇതത്ര നേരത്തെ കണ്ട അത്ര അങ്ങോട്ട് ക്ലീനിങ് ഒന്നുമില്ല. ഇത് പശു എല്ലാം ഉണ്ടാകാം ഫാമിൽ, അപ്പോൾ അവരിങ്ങനെ പുല്ലും ഇതൊക്കെ ആയിട്ട് തന്നെയാണ്, പക്ഷേ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ നിന്നാണ് നമുക്ക് ആൾ പച്ച മാങ്ങയെ കുറച്ച് ഈന്തപ്പഴമൊക്കെ അറുത്ത് തന്നു, അതുപോലെ മാതോളി നാരങ്ങ അവർ ആ ഷീറ്റ് ഇട്ടിട്ട്. ഈ വീഡിയോ കുറച്ച് ബ്ലറായിട്ടുണ്ട്, ആ ഷീറ്റ് വിരിച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞിട്ട് ആൾ കയറി കുലുക്കി തരികയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കണ്ട് പിന്നെ നമ്മളങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. ഏകദേശം ഒരു 1.5 hour നമ്മൾ റൂമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഈ കാണുന്ന ഇവിടെ ഒരു വലിയൊരു മോസ്ക് കാണുന്നുണ്ട്, അതാണ് ഷാർജ ഗ്രാൻഡ് മോസ്ക്. ഇവിടെയുള്ളതാണ്, അവിടെ എല്ലാ റമദാനും നോമ്പ് തുറ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ഫോട്ടോസെല്ലാം ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ.